ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, മൈസെൽഫ് റനിത്, AGM ബിസിനസ് ഡെവലപ്മെന്റ് ആൻഡ് സ്ട്രാറ്റജി. ഞാൻ മൈജിയിൽ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ട് ഏകദേശം 9 വർഷം കഴിഞ്ഞു. ഹായ്, മൈ നെയിം ഇസ് കപിൽ ദേവ്. ഐ എം ദി AGM ചെയർമാൻസ് ഓഫീസ് മൈജി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. 12 വർഷം മുമ്പാണ് ഞാൻ മൈജിയിൽ ജോയിൻ ചെയ്യുന്നത്. ഹായ്, എൻ്റെ പേര് ഷംസീർ. ഫുൾ പേര് ഷംസീർ ബാബു. ഞാൻ മൈജിയിൽ ജോയിൻ ചെയ്തിട്ട് ഓൾമോസ്റ്റ് 17 ഇയേഴ്സ് കംപ്ലീറ്റ് ആയി. ഹായ്, എൻ്റെ പേര് അനീസ്. ഞാൻ 15 വർഷത്തോളമായിട്ട് മൈജിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ AGM റവന്യൂ ആയിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. എൻ്റെ പേര് വിപിൻ. മൈജിയിലെ ബിസിനസ് ഹെഡായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, എൻ്റർപ്രൈസ് സൊല്യൂഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഞാൻ 2006 ഡിസംബറിലാണ് മൈജിയിൽ ജോയിൻ ചെയ്തത്. എൻ്റെ പേര് ഇജാസ് അഹമ്മദ്. ഞാൻ മൈജിയിൽ 12 വർഷമായി. 2014 ജോയിൻ ചെയ്തത്. ഇവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ആക്സസറീസിലെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. ഇപ്പം ഞാൻ പ്രൊജക്ട് ഹെഡായിട്ടാണ് മൈജിയുടെ ഇപ്പം കറൻ്റ് വർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. ഹായ്, എൻ്റെ പേര് ആത്മജൻ. ഞാനിപ്പം മൈജിയിലെ സീനിയർ മാനേജർ മീഡിയ റിലേഷൻ. ഞാൻ മൈജിയിലേക്കുള്ള അല്ലെങ്കിൽ എൻ്റെ യാത്ര 2006 മൈജി തുടങ്ങിയിട്ടുണ്ടെങ്കിലും അന്ന് മുതൽ തന്നെ ഞാൻ മൈജിക്കൊപ്പം ഉണ്ട്. മൈജിയിൽ നിൽക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എൻ്റെ സ്വന്തം സ്ഥാപനമാണ്. ഞാനിവിടെ ഒരു എംപ്ലോയി ആയിട്ട് എനിക്ക് ഒന്നും വരെ തോന്നിയിട്ടില്ല. വെച്ച് നോക്കുമ്പോൾ ലെങ്തി ആണെങ്കിലും വളരെ എൻജോയ് ചെയ്താണ് ഞാൻ മൈജിയിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. 12 വർഷം ഇവിടെ നിൽക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് സ്പേസുകൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് പ്രൊഫഷണലിലാണെങ്കിലും പേഴ്സണലിലാണെങ്കിലും ഒരുപാട് ഡെവലപ്മെൻറ്റ് ഈ ഒരു ബ്രാൻഡിൽ നിന്നതുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. 15 വർഷത്തോളം നിൽക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഫാമിലി കൾച്ചറും ഫാമിലി അറ്റ്മോസ്ഫിയറും ഉണ്ട്. നമ്മളൊരു ഭയങ്കരമായിട്ട് ഒരു സ്ട്രെസ്സായിട്ട് വർക്ക് ചെയ്യുന്ന പോലെയല്ല ഇവിടെ ഞാൻ വർക്ക് ചെയ്യുന്നത്. 1 വർഷം ഞാൻ ഇവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ കാരണം ഒന്ന് ഇവിടുത്തെ കംഫേർട്ട്, പിന്നെ ഫ്രീഡം, പിന്നെ എനിക്ക് എൻ്റെ ഒരു സ്വന്തം സ്ഥാപനം പോലെയാണ് ഞാൻ എൻ്റെ പൊസിഷൻ ആണെങ്കിലും അല്ലെങ്കിൽ എനിക്കിത് ഏൽപ്പിച്ചു തന്ന ആ ഏരിയ ആണെങ്കിലും കൈകാര്യം ചെയ്യുന്നത് എൻ്റെ സ്വന്തം സ്ഥാപനം പോലെയാണ്. അവിടെ ഒരു യൂണിവേഴ്സിറ്റി പോലെയാണ് ഞാൻ ആക്ച്വലി മൈജി കാണുന്നത്. നമ്മളെ പഠിപ്പിച്ച് നമ്മളെ ഈ ഒരു ലെവലിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫാമിലി കൾച്ചർ ഉണ്ടായിരുന്നു. ആക്സെപ്റ്റൻസ് ഭയങ്കരമായിരുന്നു. നമ്മളിവിടെ ഒരു കാര്യം, നമ്മളൊരു അഭിപ്രായം പറഞ്ഞാൽ ഇവിടെയുള്ളവർ എതിർക്കുകയല്ല ചെയ്യുക. അത് ഏറ്റവും പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്തിട്ട് അതിന് നമ്മൾക്ക് റെക്കഗ്നിഷൻ തരുന്നു. നമ്മൾ എന്ത് പഠിച്ചു, എന്ത് ചെയ്തു എന്നുള്ളതല്ല, ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്തു ഇല്ലെങ്കിൽ ഇവിടുന്ന് ഞാൻ എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ. ഞാനിപ്പോൾ നിൽക്കുമ്പോൾ ഒരു സീനിയർ മാനേജർ മീഡിയ റിലേഷൻ എന്നുള്ള രീതിയിൽ ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയാം, എൻ്റെ ലൈഫിൽ ഉണ്ടായ മാറ്റങ്ങൾ, പ്രൊഫഷണലായിട്ട് എനിക്കുണ്ടായ മാറ്റങ്ങൾ എല്ലാം ഇവിടുന്ന് കിട്ടിയതാണ്. ഞാൻ ഓർഗനൈസേഷൻ്റെ ബേസ് സ്റ്റാൻഡ് കാലഘട്ടം മുതലുണ്ട്. അപ്പം മൈജി എംപ്ലോയി അല്ലാത്ത കാലഘട്ടം മുതൽ ഞാൻ മൈജിയായിട്ട് അസോസിയേറ്റഡ് ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ മൈജിയുടെ 0 വളർച്ചയിൽ നിന്ന് മൈജി ഒരു സ്റ്റെപ്പ് എത്തി കഴിഞ്ഞപ്പോൾ മൈജിയുടെ കൂടെ ജോയിൻ ചെയ്തു. അവിടുന്ന് അടുത്ത ഏറ്റവും വലിയൊരു ജമ്പിൽ മൈജിയുടെ കൂടെ നിൽക്കാൻ പറ്റി. അപ്പോൾ ആ കൂടെ നിന്ന് ജമ്പ് ചെയ്യുമ്പം തള്ളി വിടാൻ ഒരാൾ ബാക്കിൽ ഉണ്ടാവണം. അപ്പോൾ അത് നമ്മുടെ ടീം, നമ്മുടെ കൊലീഗ്സ്, നമ്മുടെ ഓണർ, അങ്ങനെ എല്ലാവരും നിന്നുകൊണ്ടാണ് ആ ജമ്പിന് ഹെൽപ്പ് ചെയ്തത്. ഇന്നത്തെ കാലഘട്ടത്തിൽ മിക്ക ആൾക്കാരുടെ സ്വപ്നമാണ് ഒരു എൻ്റർപ്രണർ ആവുക എന്നുള്ളതാണ്. മൈജിയിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ആഗ്രഹമില്ല ഞാനൊരു എൻ്റർപ്രണർ ആവണമെന്നുണ്ടെങ്കിൽ പോലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ നടത്തുന്നത് എങ്ങനെയാണെന്ന് സുഖമായിട്ട് പഠിച്ചിട്ട് ഒരു ഡൗൺ ദ ലൈൻ ഒരു എൻ്റർപ്രണർ ആവാൻ പറ്റുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായി തന്നെ എൻ്റർപ്രണർ ആണ് ഇവിടെ. ഒരു ജോലി എന്നതിലുപരി നമുക്ക് വളരെ എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യാം. നമ്മളെ ജോലി ഒരു സ്ട്രെസ്സായിട്ടോ അല്ലെങ്കിൽ ഒരു ബേർഡനായിട്ടോ ഫീൽ ചെയ്യാതെ വർക്ക് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മൈജി ഒരു ഓപ്ഷനാണ്. ഒരു ഗ്രോയിങ് ഓർഗനൈസേഷനാണ്. നമുക്ക് വലിയ ഗോൾസ്, വലിയ പ്ലാൻസാണുള്ളത്. പാൻ ഇന്ത്യ എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്ന ഒരു ഓർഗനൈസേഷനാണ്. ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുമ്പോൾ എന്തിനു നിങ്ങൾ മിസ് ചെയ്യണം? ഓൾറെഡി ഇതൊരു ഗ്രോയിങ് ചെയ്യുന്നുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവസരങ്ങളാണ് ഇവിടെ. നമുക്ക് നമ്മളെ അടുത്തുള്ള കാര്യങ്ങളെ, നമ്മളെ കഴിവിനെ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാനും നല്ലൊരു അവസരങ്ങൾ കിട്ടും. നിങ്ങൾക്ക് ഇനി നാളെ വേറൊരു കമ്പനിയിലേക്ക് പോകുന്ന സമയത്താണെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടുന്ന് പഠിച്ചെടുക്കാനുള്ള അവസരങ്ങൾ കിട്ടുന്നതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് പറയാം. നിങ്ങളെ കരിയർ ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കുറച്ചുകൂടി പീസ്ഫുള്ളായിട്ട് ജീവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയ ഏറ്റവും നല്ലൊരു സ്ഥലമായിട്ടാണ് ഞാൻ മൈജിനെ കാണുന്നത്. നല്ലൊരു ഇപ്പം കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ നല്ലൊരു സ്റ്റെപ്പാണ്. വൺസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് വിട്ടുപോകാൻ പറഞ്ഞത് കുറച്ച് പ്രയാസമായിരിക്കും. കാരണം ഒന്ന് ഇമോഷണലി, പ്ലസ് ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ, ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും എല്ലാവരെയും ചേർത്ത് പിടിച്ച്
എല്ലാവരുടെ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ എല്ലാവരുടെ സജഷൻസും ഏറ്റെടുത്ത് അതിൽ നിന്നുള്ള നല്ലൊരു ഔട്ട്പുട്ടാക്കിയിട്ടാണ് കമ്പനിക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് എല്ലാവരുടെ കോൺട്രിബ്യൂഷനും ഉണ്ട്. അപ്പോൾ ആർക്കും ഞാൻ ഒന്നല്ല എന്നുള്ളൊരു ഫീൽ വരില്ല. ഫസ്റ്റ് പറയാനുള്ളത് ഫാമിലി, നിങ്ങളൊരു ഫാമിലിയിലേക്കാണ് കടന്നു വരുന്നത്. പുതിയതായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു ഫാമിലിയിലേക്ക് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യും. 2, നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്കൊരു ലൈഫ് സ്റ്റൈൽ മാറാനുള്ള എല്ലാ ഗൈഡൻസും കാര്യങ്ങളും മൈജിൽ തന്നെ കിട്ടും. കരിയറിൽ മാത്രമല്ല നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും വ്യത്യാസം ഉണ്ടാകുന്ന രീതിയിലുള്ള ഗൈഡൻസ് മൈജിൽ നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് തന്നെ നമുക്ക് ഗ്രോ ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും തുറന്നിട്ട് തരികയാണ് മാനേജ്മെൻറ്റ്. അത് എനിക്ക് മാത്രമെന്നുള്ളതല്ല, ഇവിടെയുള്ള ഓരോ എംപ്ലോയീസിനും അവരുടെ ടേസ്റ്റ് എന്താണ്, അവരുടെ എന്താണ് അവരുടെ ഇഷ്ടങ്ങൾ, അതിനനുസരിച്ചിട്ട് അവർക്ക് ഗ്രോ ചെയ്യാനുള്ള എല്ലാ ടൂൾസും നമ്മൾ തന്നെ ഇവിടുന്ന് ഒരുക്കി കൊടുക്കുന്നില്ല, മാനേജ്മെൻറ്റ് ഇവിടുന്ന് കൊടുക്കുന്നു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ലൈഫ് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടാൻ മൈജി ഈസ് ദ ബെസ്റ്റ് പ്ലേസ്. എനിക്ക് ഒറ്റ വേർഡിൽ പറയാനുള്ളത്, ജോലി ആഗ്രഹിക്കുന്നവരുണ്ടാവും, കരിയർ ആഗ്രഹിച്ച് മുന്നോട്ട് വരുന്നവരുണ്ടാവും. ഈ കരിയർ ആഗ്രഹിച്ച് മുന്നോട്ട് വരുന്നവർക്ക് മൈജി ഒരു ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിരിക്കും.